എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 5-ാം വാക്യം. 1 രാജാക്കന്മാർ 19:5. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി അവനോട്, എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വ്യത്യസ്തമായ അനുഭവങ്ങളുടെ മധ്യത്തിൽ ദൈവം നമ്മെ തേടി വരുന്നവനാണ് എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അജ്ഞതയിൽ കിടക്കുമ്പോഴും വനാന്തരത്തിൽ കിടക്കുമ്പോഴുമൊക്കെ ഈ ദൈവം നമ്മെ തേടി വരുന്നു. ഏലിയാവ് ദൈവവുമായി തനിച്ച് കെരീത്ത് തോട്ടിലും സാരഫത്തിലും കഴിഞ്ഞ കാലമുണ്ടായിരുന്നു. അന്നൊക്കെ ആത്മീകമായി താൻ ജ്വലിച്ചു നിന്നിരുന്നു. ആ വർദ്ധിച്ച ആത്മശക്തിയോടെ കർമ്മേലിൽ തിളങ്ങി. അസാധ്യമായ കാര്യങ്ങൾ കർമ്മേലിൽ സംഭവിച്ചു. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പരസ്യമായി തെളിയിച്ചു. ബാലിൻ്റെ 450 പ്രവാചകന്മാരെയും വെട്ടിക്കൊന്ന് ഒരു വലിയ ശുദ്ധീകരണത്തിന് തുടക്കമിട്ടു. താമസിയാതെ മുഴങ്കാലിന്മേൽ നിന്ന് പ്രാർത്ഥനയിൽ പോരാടി. കാർമേഘം കടലിൽ നിന്ന് പൊങ്ങുന്നതുവരെ പ്രാർത്ഥിച്ചു. ആത്മശക്തിയാൽ നിറഞ്ഞ് ആഹാബിൻ്റെ രാജകീയ രഥത്തിന് മുൻപേ 40 കിലോമീറ്ററോളം ഓടി. ഇത്രയും വലിയ നേട്ടങ്ങളൊക്കെ കൈവരിച്ച താൻ എത്ര പെട്ടെന്നാണ് വാടി തളർന്നു പോയത്. ഇസബേൽ ഭീഷണിപ്പെടുത്തിയപ്പോൾ എല്ലാം മറന്ന് മരുഭൂമിയിലേക്ക് ഏലിയാവ് ഓടിപ്പോയി. ഏകനായി ഒരു ദിവസത്തെ വഴി ദൂരം മരുഭൂമിയിലേക്ക് നടന്നു ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുകയാണ്. ശാരീരികമായും മാനസികമായും തളർന്ന് അവശനായി കിടക്കുന്നു. ശരീരം ജഡമാണല്ലോ, അതിന് ഇവയെല്ലാം കൂടെ താങ്ങാനുള്ള കഴിവില്ല. ശരീരം ക്ഷീണിച്ച അവസ്ഥയിൽ ഇസബേലിൻ്റെ ഭീഷണിയും കൂടി ആയപ്പോൾ താങ്ങാൻ കരുത്തില്ലാതെ ഭയന്ന് വിറച്ചുപോയി. തിരിഞ്ഞു നോക്കി ദൈവം പരിപാലിച്ച വിധങ്ങൾ ധ്യാനിക്കാൻ മറന്നുപോയി. സ്വമേധയാ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി മരിക്കാൻ ആശിച്ച് കിടന്ന് ഉറങ്ങിപ്പോയി. ദൈവം തൻ്റെ ദാസന്റെ ക്ഷീണം മനസ്സിലാക്കി 2 പ്രാവശ്യം അപ്പവും വെള്ളവും എത്തിച്ചു. ക്ഷീണം അകറ്റി. അവനെ താങ്ങാൻ ആരുമുണ്ടായിരുന്നില്ല. ഒരു പക്ഷെങ്കിൽ പട്ടിണിയായിരുന്നിരിക്കാം. സകലവും മനസ്സിലാക്കുന്ന ദൈവം അവനു വേണ്ടി സ്വർഗീയ രഥങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ മരുഭൂമിയിൽ കിടന്ന് മരിക്കാൻ ഏലിയാവ് ആഗ്രഹിക്കുകയാണ്. ഇത് ശുശ്രൂഷയിൽ അത്ഭുതമുള്ളവാക്കി ദൈവം നമ്മെ ഉപയോഗിച്ചെങ്കിൽ എന്നും എപ്പോഴും അങ്ങനെ സ്വാഭാവികമായി പരിണമിക്കും എന്ന് ചിന്തിക്കാൻ കഴിയില്ല. ചില സമയത്തൊക്കെ നമ്മളറിയാത്ത വഴികൾ അത്ഭുതകരമായി നമുക്ക് തുറന്നു കിട്ടും. കെരീത്ത് തോടും അതുപോലെ തന്നെ സാറാഫത്തും ഒരു തരത്തിൽ അത്ഭുതകരമായി ഏലിയാവിൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ അനുകൂല ഘടകമാക്കി ദൈവം മാറ്റിയിട്ടുണ്ട്. എപ്പോഴും അങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും എന്ന് കരുതാനാവില്ല. ജഡമായ നിന്നിലൂടെ തൻ്റെ മഹത്വകരമായ ശുശ്രൂഷ നിവർത്തിക്കുമ്പോൾ ശാരീരികവും മാനസികവുമായ അവസ്ഥ ഒരു പരിധിവരെ ശുശ്രൂഷയെ സ്വാധീനിക്കും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും. കരുണയുള്ള വലിയ ദൈവം നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി നമ്മെ കൈവിടാതെ നമ്മോട് കൂടെ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മിലൂടെ തുടർന്നും നിവർത്തിക്കും. ബലഹീനതയിൽ പുതുശക്തി പകർന്ന് മുൻപോട്ട് നടത്തുക തന്നെ ചെയ്യും. നമ്മുടെ
ഉത്തരവാദിത്തം അല്ലെങ്കിൽ നമ്മിലൂടെ ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് മുഴുവനും തികച്ച ശേഷമേ നമ്മെ എടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഏലിയാവിന് വേണ്ടി ഒരു രഥം, സ്വർഗീയ രഥം ഒരുക്കപ്പെടുന്നുണ്ട്. അത് മനസ്സിലാക്കാതെ അതിനു മുൻപേ മരിച്ചു കളയാമെന്ന് ചിന്തിക്കുന്ന, ഓടിത്തളർന്നവൻ, ക്ഷീണിച്ചു പോയവൻ, ബലഹീനമായ മാനുഷിക ചിന്തകളിൽ മാത്രം കേന്ദ്രീകരിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. ശക്തിപ്പെടുത്തി മുൻപോട്ട് നടത്താൻ ദൈവം കൂടെയുണ്ട്. അതായത് ഇനിയും കുറേ കാര്യങ്ങൾ അവന് ചെയ്ത് തീർക്കാനുണ്ട് എന്ന് ദൈവം ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ദൂതനെ അയച്ച് ഭക്ഷണം നൽകി. ആ പുതുബലത്തിൽ അവൻ 40 രാവും 40 പകലും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ നടന്നു. മുഖാമുഖം സംസാരിക്കാൻ ദൈവം തൻ്റെ സാന്നിധ്യം അവന് നൽകുന്നു, ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തുന്നു. നീ ഏകനല്ല എന്ന് പറയുന്നു. പലപ്പോഴും നമ്മൾ ഏകനായി പോകുന്നു എന്നതാണ് നമ്മുടെ വലിയ പ്രയാസം. നമ്മളെ കാണാനും കേൾക്കാനും ആരുമില്ല എന്നത് നമ്മളെ തളർത്തിക്കളയും. ഒറ്റപ്പെട്ടു പോയി എന്ന ചിന്ത നമ്മുടെ ധൈര്യമെല്ലാം നഷ്ടപ്പെടുത്തിക്കളയും. എന്നാൽ ഇവിടെ ഏലിയാവിനെ മരുഭൂമിയിൽ കണ്ടെത്തുന്ന ദൈവം പറയുന്നു, നീ ഏകനല്ല, നിന്നോട് കൂടെയുണ്ട്. ശാരീരികമായി തളരുമ്പോഴും മാനസികമായി തകർന്നു പോകുമ്പോഴും നമ്മെ ബലപ്പെടുത്തി ഇനിയും നിനക്ക് ദൂരം സഞ്ചരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് പോസിറ്റീവ് എനർജി നൽകുന്ന ദൈവം ഇന്നത്തെ പകൽക്കാലം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തട്ടെ. പ്രാർത്ഥിക്കാം. കരുണയുള്ള വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ പുതിയ ദിവസം ഞങ്ങൾക്ക് ദാനമായി നൽകിയതോർത്ത് സ്തോത്രം. ഞങ്ങളുടെ ജീവിതാവസ്ഥയിൽ അവിടുന്ന് ഞങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന ദൈവമെന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുവല്ലോ. തകർന്നും തളർന്നും പോകുമ്പോൾ തട്ടി ഉണർത്തുന്ന കർത്താവിൻ്റെ കരം ഞങ്ങളുടെ ജീവിതത്തിൽ അദൃശ്യമായും ദൃശ്യമായും എത്രയോ തവണ ഞങ്ങൾ അനുഭവിച്ചു. നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ പകൽക്കാലം, പ്രഭാതം മുതൽ പ്രദോഷം വരെയും അങ്ങയുടെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ, സാന്നിധ്യം പകരണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പുതുബലത്തിൽ ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനവും അനുഗ്രഹവും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.